ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ അരി തിളപ്പിച്ചത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. എന്നിട്ടൊരു ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പോൾ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് കഴിയുമ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കതൊന്ന് തിളപ്പിക്കാൻ വെക്കാം. ഞാൻ അവിടെ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്ക് അയിലയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം. കണ്ടോ, ഇപ്പോൾ അതെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അയില ഇപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത്രയോളം വളരെ സിമ്പിളാണ് അയില തിളപ്പിച്ചത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി റെഡിയാണ്. ഇനിയിപ്പോൾ കുറച്ച് അയിലയിൽ ഞാൻ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടി അത് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.